ക്വിക്കർ ഇന്ത്യൻ ഇന്റർനെറ്റ് ലോകത്ത് ഒരു കാലത്ത് വളരെ തിളങ്ങി നിന്ന ഒരു പേരായിരുന്നു. ഒരു സാധനം വിൽക്കാനോ വാങ്ങാനോ ഉള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന രീതിയിലാണ് ക്വിക്കർ ജനമനസ്സുകളിൽ ഇടം നേടിയത്. ആസാൻ ഹേ ബദൽന എന്ന അവരുടെ മുദ്രാവാക്യം പോലെ സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ച ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്രയമായിരുന്നു ഈ പ്ലാറ്റ്ഫോം. 2015 ഒരു യൂണിക്കോൺ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ക്വിക്കർ 2020കളുടെ തുടക്കമായപ്പോഴേക്കും തകർച്ചയുടെ വക്കിലെത്തി. വെറും ഒരു ദശാബ്ദത്തിനുള്ളിൽ ഒരു ടെക് ഭീമന്റെ ഈ പതനം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തെ ഒരു വലിയ പാഠപുസ്തകമായി മാറി. ഈ വീഡിയോയിൽ ക്വിക്കറിന്റെ വളർച്ച, അതിന്റെ തന്ത്രപരമായ പിഴവുകൾ, കടുത്ത മത്സരം, വിശ്വാസ്യതയിലുണ്ടായ കുറവ്, ഒടുവിൽ കമ്പനിക്ക് സംഭവിച്ച സാമ്പത്തിക തകർച്ച എന്നിവ വിശദമായി പരിശോധിക്കുന്നു. പ്രേരണെ ചുലട്ടും ജിബി തോമസും ചേർന്ന് 2008 ബംഗളൂരു ആസ്ഥാനമാക്കി സ്ഥാപിച്ച ക്വിക്കർ ഇന്ത്യയുടെ ഓൺലൈൻ ക്ലാസിഫൈഡ് വിപണിക്ക് ഒരു പുതിയ മുഖം നൽകി. പരമ്പരാഗതമായി പത്രങ്ങളിലെ ചെറിയ പരസ്യങ്ങളിലൂടെ നടന്നിരുന്ന വാങ്ങൽ വിൽക്കൽ പ്രക്രിയയെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി എഴുതാൻ ക്വിക്കറിനും അതിന്റെ പ്രധാന എതിരാളിയായിരുന്ന OLXനും സാധിച്ചു. ഉപയോഗിച്ച വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, വാഹനങ്ങൾ, വാടകയ്ക്ക് കൊടുക്കാനുള്ള വീടുകൾ, ജോലിയുള്ളവർക്ക് വേണ്ടിയുള്ള പരസ്യങ്ങൾ എന്നിങ്ങനെ നിരവധി വിഭാഗങ്ങളിലായി സൗജന്യമായി പരസ്യം നൽകാൻ ക്വിക്കർ ഉപയോക്താക്കളെ അനുവദിച്ചു. ഇത് കസ്റ്റമർ ടു കസ്റ്റമർ വ്യാപാരത്തിന് വലിയൊരു അടിത്തറ നൽകി. 2012 മൊബൈൽ ഫോൺ ഇല്ലാത്തവർക്ക് പോലും പരസ്യം പോസ്റ്റ് ചെയ്യാനായി മിസ്ഡ് കോൾ സേവനം പോലുള്ള നൂതനമായ മാർഗങ്ങൾ അവർ സ്വീകരിച്ചു. ഇതിന്റെ ഫലമായി ക്വിക്കർ അതിവേഗം വളർന്നു. വൻകിട നിക്ഷേപകരായ ടൈഗർ ഗ്ലോബൽ മാനേജ്മെന്റ്, കിന്നവിക്, വാർബർഗ് പിങ്കസ് തുടങ്ങിയവരിൽ നിന്ന് ഏകദേശം 3500 കോടി രൂപ മൂലധനം ക്വിക്കറിലേക്ക് ഒഴുകിയെത്തി. 2015 ആയപ്പോഴേക്കും ക്വിക്കറിന്റെ വിപണി മൂല്യം $1 ബില്യൺ കവിയുകയും കമ്പനി യൂണിക്കോൺ പദവി നേടുകയും ചെയ്തു. ഒരു സാധാരണ ക്ലാസിഫൈഡ് സൈറ്റിൽ നിന്ന് ഇന്ത്യൻ ടെക് ലോകത്തെ ഭാവി പ്രതീക്ഷയായി ക്വിക്കർ മാറി. ക്വിക്കറിന്റെ ബിസിനസ് മോഡലിന്റെ പ്രത്യേകത ഉപയോക്താക്കൾക്ക് സൗജന്യമായി പരസ്യം നൽകാൻ അവസരം നൽകിക്കൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് വൻതോതിൽ ലിസ്റ്റിംഗുകൾ കൊണ്ടുവന്നു എന്നതാണ്. ആദ്യ 3 വർഷം ഇത് പൂർണ്ണമായും സൗജന്യമായി നിലനിർത്തുകയും പ്രതിമാസം 10 ദശലക്ഷത്തിലധികം സന്ദർശകരെ നേടിയ ശേഷം അവർ പ്രീമിയം സേവനങ്ങളിലേക്ക് മാറാൻ തീരുമാനിക്കുകയും ചെയ്തു. ഏറ്റവും മുകളിൽ പരസ്യം പ്രദർശിപ്പിക്കുക, മികച്ച പ്രതികരണ സമയം ഉറപ്പാക്കുക തുടങ്ങിയ സേവനങ്ങൾക്ക് ഉപയോക്താക്കളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നും പണം ഈടാക്കി. ഇങ്ങനെ പരമ്പരാഗത ക്ലാസിഫൈഡുകൾക്കപ്പുറം വ്യക്തിഗത ഉപയോക്താക്കൾക്കും ചെറുകിട ബിസിനസ്സുകൾക്കും ഒരുപോലെ പ്രയോജനകരമായ ഒരു ഹൈബ്രിഡ് മോഡൽ ക്വിക്കർ സൃഷ്ടിച്ചു. 1000-ലധികം ഇന്ത്യൻ നഗരങ്ങളിൽ ക്വിക്കർ സാന്നിധ്യം അറിയിക്കുകയും മാസത്തിൽ 30 ദശലക്ഷത്തിലധികം യുണീക്ക് ഉപയോക്താക്കളെ ആകർഷിക്കുകയും ചെയ്തു. ക്വിക്കർ അതിന്റെ സുവർണകാലം ആസ്വദിക്കുമ്പോൾ തന്നെ വിപണിയിലെ മത്സരം കടുക്കുകയായിരുന്നു. പ്രധാന എതിരാളിയായിരുന്ന OLX ഉപയോഗിച്ച സാധനങ്ങൾ വിൽക്കുന്ന C2C വിഭാഗത്തിൽ ശക്തമായ അടിത്തറ ഉറപ്പിച്ചു. OLX പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വ്യക്തിഗത ഉപഭോക്താക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലായിരുന്നു. എന്നാൽ ക്വിക്കർ കസ്റ്റമർ ടു കസ്റ്റമറും ബിസിനസ് ടു കസ്റ്റമറും ഒരുമിപ്പിക്കുന്ന ഒരു ഹൈബ്രിഡ് മോഡലാണ് പിന്തുടർന്നത്. അതായത് സാധാരണ ഉപഭോക്താക്കൾക്കൊപ്പം ചെറുകിട കച്ചവടക്കാർക്കും ബിസിനസ്സുകൾക്കും പരസ്യം നൽകാൻ ക്വിക്കർ അവസരം നൽകി. മത്സരത്തിൽ മുന്നിൽ നിൽക്കാനായി ക്വിക്കർ കമ്പോളത്തിൽ ഒരു പുതിയ തന്ത്രം ആവിഷ്കരിച്ചു: വെർട്ടിക്കൽ സ്പെഷ്യലൈസേഷൻ. ക്ലാസിഫൈഡ് പ്ലാറ്റ്ഫോമുകൾ പൊതുവായി നിലനിർത്തുന്നതിനേക്കാൾ ഓരോ പ്രധാന വിഭാഗത്തിനും പ്രത്യേക പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നതാണ് നല്ലതെന്ന് കമ്പനി തിരിച്ചറിഞ്ഞു. ഇതിലൂടെ റിയൽ എസ്റ്റേറ്റ്, വാഹനങ്ങൾ, ജോലികൾ, സേവനങ്ങൾ എന്നീ മേഖലകളിൽ ആഴത്തിലുള്ള ശ്രദ്ധ നൽകാൻ ക്വിക്കറിന് കഴിഞ്ഞു. ഈ തന്ത്രത്തിന്റെ ഭാഗമായി ക്വിക്കർ പ്രധാന വിഭാഗങ്ങളെ പ്രത്യേക പ്ലാറ്റ്ഫോമുകളായി വികസിപ്പിച്ചു. റിയൽ എസ്റ്റേറ്റ് ലിസ്റ്റിംഗ്സിനായി ക്വിക്കർ ഹോംസ്, ഉപയോഗിച്ച വാഹനങ്ങളുടെ വിൽപ്പനയ്ക്കും വാങ്ങലിനും ക്വിക്കർ കാർസ്, ബ്ലൂ കോളർ എൻട്രി ലെവൽ ജോലികൾക്കായി ക്വിക്കർ ജോബ്സ്, പ്രാദേശിക സേവന ദാതാക്കൾക്ക് വേണ്ടി ക്വിക്കർ സർവീസസ്. ഈ തന്ത്രം വിജയിപ്പിക്കാൻ ക്വിക്കർ ഏകദേശം 18ഓളം കമ്പനികളെ ഏറ്റെടുത്തു. ഇത് ക്വിക്കറിന് വിപണിയിൽ ഒരു വലിയ പങ്കാളിത്തം നേടിക്കൊടുത്തു. എന്നിരുന്നാലും ഈ അമിതമായ ഏറ്റെടുക്കലുകളും അവയുടെ മോശം ഏകീകരണവുമാണ് ക്വിക്കറിന്റെ സാമ്പത്തിക അടിത്തറ ഇളക്കിയത്. കമ്പനി ഒരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആകാൻ ശ്രമിച്ചതിലൂടെ ഓരോ വിഭാഗത്തിലും സ്പെഷ്യലൈസ് ചെയ്ത എതിരാളികൾക്ക് മുന്നിൽ പതറിപ്പോയി. ക്വിക്കറിന്റെ തകർച്ചയിലേക്ക് വഴി തെളിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകവുമായ നീക്കമായിരുന്നു 2016 റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോമായ കോമൺ ഫ്ലോറിനെ ഏകദേശം $200 മില്യൺ അതും ഓഹരി കൈമാറ്റം വഴിയുള്ള ഒരു വൻ ഇടപാടിലൂടെ ഏറ്റെടുത്തത്. റിയൽ എസ്റ്റേറ്റ് വിഭാഗത്തിൽ മുന്നേറ്റം നേടാനും ക്വിക്കർ ഹോംസിനെ വിപണിയിലെ 1ാം സ്ഥാനത്ത് എത്തിക്കാനും വേണ്ടിയായിരുന്നു ഈ നീക്കം. കോമൺ ഫ്ലോർ അക്കാലത്ത് ഗൂഗിൾ ക്യാപിറ്റൽ പോലുള്ള പ്രമുഖരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചതും ശക്തമായ ഒരു ഉപയോക്തൃ അടിത്തറയുള്ളതുമായ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. എന്നാൽ ഈ ഏറ്റെടുക്കൽ ഒരു തന്ത്രപരമായ വിജയമായി മാറിയതിനു പകരം ക്വിക്കറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിഴവായി മാറി. വൻകിട ഏറ്റെടുക്കലുകളിൽ ഏറ്റവും പ്രധാനം 2 കമ്പനികളുടെയും പ്രവർത്തനങ്ങളെയും സംസ്കാരത്തെയും ഒരുമിപ്പിക്കുക എന്നതാണ്. കോമൺ ഫ്ലോർ ഏറ്റെടുത്തപ്പോൾ ഈ ഏകീകരണത്തിൽ ക്വിക്കർ ദയനീയമായി പരാജയപ്പെട്ടു.
ഏറ്റെടുക്കലിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ കോമൺ ഫ്ലോറിന്റെ 3 സ്ഥാപകരും സുമിത് ജെയിൻ, വികാസ് മൽപാനി, ലളിത് മംഗൽ തുടങ്ങിയവർ കമ്പനി വിട്ടുപോയി. കരാർ പ്രകാരം 2 വർഷം തുടരാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അവർ നേരത്തെ തന്നെ പിന്മാറി. ഇതോടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിർണായകമായ വൈദഗ്ധ്യവും ക്വിക്കറിന് നഷ്ടമായി. കോമൺ ഫ്ലോറിലെ ജീവനക്കാരെ ക്വിക്കറിന്റെ ഓഫീസിലേക്ക് മാറ്റിയപ്പോൾ ഇരു കൂട്ടരും തമ്മിൽ വലിയ സാംസ്കാരിക പൊരുത്തക്കേടുകൾ ഉണ്ടായി. കോമൺ ഫ്ലോറിലെ ജീവനക്കാരോട് ക്വിക്കർ നേതൃത്വം മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏറ്റെടുക്കലിന് തൊട്ടു പിന്നാലെ കോമൺ ഫ്ലോറിലെ 150-ലധികം ജീവനക്കാരെ ക്വിക്കർ പിരിച്ചുവിട്ടു. സ്ഥാപകൻ നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു. ഇത് മറ്റ് ജീവനക്കാർക്ക് ക്വിക്കറിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയും കൂട്ടരാജിക്ക് കാരണമാവുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം കോമൺ ഫ്ലോറിനെ ക്വിക്കർ തങ്ങളുടെ പൊതുവായ ക്വിക്കർ ഹോംസ് പ്ലാറ്റ്ഫോമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ചു. ഇത് കോമൺ ഫ്ലോറിന്റെ ശക്തമായ നിഷ് യൂസർ ബേസ് നഷ്ടപ്പെടുത്താൻ കാരണമായി. ഈ ലയനത്തിലെ പാളിച്ച കാരണം റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ തങ്ങളുടെ മുൻതൂക്കം നിലനിർത്താൻ ക്വിക്കർ ഹോംസിന് സാധിച്ചില്ല. മാജിക് ബ്രിക്സ്, 99 ഏക്കേഴ്സ്, housing.com എന്നിവയുടെ മുൻപിൽ ക്വിക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് സംരംഭം പിന്നോട്ട് പോവുകയായിരുന്നു. ക്വിക്കറിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ പ്രധാന ഘടകം വിപണിയിലെ അടിസ്ഥാനപരമായ മാറ്റമായിരുന്നു. 2017 ശേഷം ഇന്ത്യൻ ഇ-കൊമേഴ്സ് വിപണി വെറും ലിസ്റ്റിംഗിൽ നിന്ന് ട്രാൻസാക്ഷൻ മോഡലിലേക്ക് മാറി. ഒരു വെറും ക്ലാസിഫൈഡ് പ്ലാറ്റ്ഫോം ആയിരിക്കുന്നതിനേക്കാൾ ഇടപാടുകൾ പൂർണ്ണമായി ഉറപ്പുവരുത്തുന്ന സുരക്ഷിതമായ സേവനങ്ങൾ നൽകുന്ന കമ്പനികളെയാണ് ഉപയോക്താക്കൾ തിരഞ്ഞെടുത്തത്. ക്വിക്കർ ശ്രമിച്ചിട്ടും അതിന്റെ വെർട്ടിക്കൽ പ്ലാറ്റ്ഫോമുകൾക്ക് ഈ ട്രാൻസാക്ഷൻ മോഡലുകളോട് മത്സരിക്കാൻ കഴിഞ്ഞില്ല. ക്വിക്കർ കാർസ് ഒരു ക്ലാസിഫൈഡ് സൈറ്റായി നിലകൊണ്ടപ്പോൾ Cars24, സ്പിന്നി പോലുള്ള കമ്പനികൾ ഉപയോഗിച്ച കാറുകൾക്ക് വീട്ടിൽ വന്ന് പരിശോധന നടത്തി ഉടൻ പണം നൽകി രേഖകൾ മാറ്റി നൽകി. ഇതോടെ കാർ വിൽപ്പനക്കാർ ക്വിക്കറിന് പകരം ഈ ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് തിരിഞ്ഞു. നോ ബ്രോക്കർ പോലുള്ള കമ്പനികൾ ബ്രോക്കർമാരെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ടുള്ള ഉടമ്പടികൾക്ക് സൗകര്യമൊരുക്കി. ഈ പുതിയ കമ്പനികൾ ഉപയോക്താക്കൾക്ക് കൂടുതൽ വിശ്വാസ്യതയും സേവനപരമായ പൂർണ്ണതയും നൽകി. ഒരു ജനറലിസ്റ്റ് എന്ന നിലയിൽ ക്വിക്കർ എല്ലാ മേഖലകളിലും പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ സ്പെഷ്യലിസ്റ്റുകൾ ഓരോ മേഖലയിലും ആഴത്തിലുള്ളതും തടസ്സമില്ലാത്തതുമായ അനുഭവം നൽകി വിജയിച്ചു. ക്ലാസിഫൈഡ് ബിസിനസ്സിൽ ഉപയോക്താക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിശ്വാസ്യതയില്ലായ്മയാണ്. തട്ടിപ്പുകൾ സാധാരണമായതോടെ ഉപയോക്താക്കൾ പൊതുവായ ക്ലാസിഫൈഡ് സൈറ്റുകളിൽ നിന്ന് അകന്നു. ക്വിക്കർ സുരക്ഷിത പേയ്മെന്റ് ഓപ്ഷനുകളും ഡെലിവറി സൗകര്യങ്ങളും അവതരിപ്പിച്ചെങ്കിലും മൊത്തത്തിലുള്ള പ്ലാറ്റ്ഫോമിന്റെ വിശ്വാസ്യത പുനഃസ്ഥാപിക്കാൻ ഇത് പര്യാപ്തമായിരുന്നില്ല. ക്വിക്കറിന്റെ പതനം പൂർണ്ണമാക്കിയത് കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളാണ്. 2020 ക്വിക്കറിന്റെ പ്രധാന നിക്ഷേപകരിൽ ഒരാളായ സ്വീഡിഷ് നിക്ഷേപ സ്ഥാപനം കിന്നവിക് ക്വിക്കറിന്റെ മൂല്യം 45% കുറച്ചു. ഇതിന് കാരണമായി കിന്നവിക് ചൂണ്ടിക്കാട്ടിയത് കമ്പനിയുടെ ചില വെർട്ടിക്കൽ വിഭാഗങ്ങളിലെ വരുമാന കണക്കുകൾ മനഃപൂർവ്വം തെറ്റായി പെരുപ്പിച്ചു കാട്ടി എന്നതായിരുന്നു. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് പോലുള്ള വിഭാഗങ്ങളിലെ കണക്കുകളിൽ കൃത്രിമം നടന്നതായി ആരോപണമുയർന്നു. വരുമാന കണക്കുകളിലെ ഈ കൃത്രിമം കമ്പനിയോടുള്ള നിക്ഷേപകരുടെ വിശ്വാസം പൂർണ്ണമായും തകർത്തു. ഒരു യൂണിക്കോൺ കമ്പനി സാമ്പത്തിക കണക്കുകളിൽ തട്ടിപ്പ് കാണിച്ചു എന്ന ആരോപണം നിക്ഷേപകരെ ഭയപ്പെടുത്തി. ഇത് ക്വിക്കറിന്റെ ഫണ്ടിംഗ് ശേഷിയെ ദോഷകരമായി ബാധിക്കുകയും കമ്പനിയെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു. നിക്ഷേപകർ പുറത്തേക്ക് പോവുകയും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ചുരുങ്ങുകയും ചെയ്തു. തുടർച്ചയായ ഏറ്റെടുക്കലുകളും അതും 18ഓളം കമ്പനികൾ വിപണനത്തിനായി ചെലവഴിച്ച വൻ തുകകളും വരുമാനത്തിലെ കൃത്രിമത്വവും ക്വിക്കറിന്റെ സാമ്പത്തിക സ്ഥിതിയെ താറുമാറാക്കി. ലാഭമുണ്ടാക്കാൻ സാധിക്കാതെ വന്നതോടെ കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. 2018 സാമ്പത്തിക വർഷത്തിൽ 191 കോടി രൂപയായിരുന്ന ക്വിക്കറിന്റെ ഓപ്പറേറ്റിംഗ് ഇൻകം 2022 സാമ്പത്തിക വർഷമായപ്പോഴേക്കും 49.1 കോടി രൂപയായി കുത്തനെ ഇടിഞ്ഞു. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 19% കുറവാണ്. ചെലവുകൾ 32% കുറച്ചിട്ടും 2022 സാമ്പത്തിക വർഷത്തിലും കമ്പനി 21 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തി. 2022 സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ ക്വിക്കറിന്റെ കയ്യിലുണ്ടായിരുന്ന പണത്തിന്റെ അളവ് കേവലം 8 കോടി രൂപ മാത്രമായിരുന്നു. ഏതൊരു ടെക് കമ്പനിക്കും പ്രവർത്തനങ്ങൾ തുടരാൻ ആവശ്യമായതിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു ഇത്. ഈ കണക്ക് കമ്പനി തകർച്ചയുടെ വക്കിലാണ് എന്നതിന്റെ വ്യക്തമായ സൂചന നൽകി. വലിയ മൂല്യനിർണ്ണയം ഉണ്ടായിരുന്ന ഒരു കമ്പനി പ്രവർത്തനപരമായ ശ്രദ്ധ നഷ്ടപ്പെട്ടതിന്റെയും വിപണിയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നതിന്റെയും ഏറ്റവും പ്രധാനമായി സാമ്പത്തിക വിശ്വാസ്യത തകർത്തതിന്റെയും ഫലമായി തകർന്നുപോയി. ക്വിക്കറിന്റെ തകർച്ച വെറും മൂലധനം കൊണ്ട് മാത്രം ഒരു ബിസിനസ് നിലനിർത്താൻ സാധിക്കില്ല എന്ന വലിയ പാഠമാണ് നൽകുന്നത്. ക്വിക്കറിന്റെ പതനം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തിന് നൽകുന്ന പാഠം വ്യക്തമാണ്. വെറും വളർച്ചാ നിരക്കിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാതെ ശരിയായ ഏകീകരണത്തോടു കൂടിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് മോഡൽ അത്യന്താപേക്ഷിതമാണ്. ഒരുപാട് കാര്യങ്ങളിൽ ഒരേ സമയം മികച്ചവരാകാൻ ശ്രമിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും രണ്ടാമതാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കോമൺ ഫ്ലോർ ഏറ്റെടുക്കലിലൂടെ കണ്ടതുപോലെ സ്ഥാപകരുടെ ദീർഘവീക്ഷണമില്ലാത്ത നീക്കങ്ങൾ, മോശം കോർപ്പറേറ്റ് സംസ്കാരം, ജീവനക്കാരോടുള്ള മോശം സമീപനം എന്നിവ ഒരു വലിയ കമ്പനിയെ പോലും തകർച്ചയിലേക്ക് എത്തിക്കും. ഏറ്റവും ഒടുവിലായി നിക്ഷേപകരുടെ വിശ്വാസം തകർത്തുകൊണ്ടുള്ള സാമ്പത്തിക കൃത്രിമത്വം ക്വിക്കറിന്റെ തിരിച്ചുവരവിനുള്ള എല്ലാ വാതിലുകളും അടച്ചു.
ഇന്ന് ക്ലാസിഫൈഡ് വിപണി ഓരോ വിഭാഗത്തിലും ശക്തരായ പ്ലെയേഴ്സുമായി മുന്നോട്ട് പോകുമ്പോൾ ക്വിക്കർ എന്ന ജനറൽ ക്ലാസിഫൈഡ് ഭീമന്റെ വീഴ്ച വിപണിയിൽ പ്രസക്തി നിലനിർത്താൻ സാധിക്കാതെ വന്നതിന്റെ ഒരു ദാരുണമായ കഥയായി ഓർമ്മിക്കപ്പെടുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.